ആ ഒരു വലിയ ഒരു കുട്ടി കടൽ തീരത്തടിയുന്ന ഇമേജ് വളരെ എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും. ഞാൻ ഒരു കടൽ തീരത്ത് കിടക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം, അഭയാർത്ഥികൾ ഇങ്ങനെ കടലിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഐഡൻറ്റിറ്റീസ് ഒക്കെ ഉള്ള പലതരത്തിലുള്ള ഐഡൻറ്റിറ്റീസ് ഉള്ള ആളുകൾ ഇങ്ങനെ കടലിൽ കിടന്നിങ്ങനെ അലയുന്ന ഒരു സമയത്താണ് ഞാൻ ഈ പടം കൺസീവ് ചെയ്തത്. പിന്നെ ഞാനത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള നിതിൻ മോഹൻ, സാക്കിബ് ചൗധരി തുടങ്ങിയിട്ടുള്ള എൻ്റെ ഫോട്ടോഗ്രാഫറും എൻ്റെ ആർട്ട് ഗ്രാഫിക്സൊക്കെ ചെയ്തിട്ടുള്ള ആളുകളായിട്ടുള്ള ഡിസ്കഷൻസിനാണ് ഇത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത്. പിന്നെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയുന്നൊരു ഐഡിയയിൽ നിന്ന് മാറിയിട്ടാണ് നമ്മളിത് ആലോചിച്ചിട്ടുള്ളത്. ഞാൻ പൊളിറ്റിക്കൽ സിനിമ ചെയ്തിട്ടുള്ള ആളാണ് മുമ്പ്, പക്ഷേ രണ്ട് ഹെവി പൊളിറ്റിക്കൽ കോൺക്രീറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു ആലോചന എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭയങ്കര അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് അതിൻ്റെ എല്ലാ പൊളിറ്റിക്സും അതിൻ്റെ ലെയേഴ്സൊക്കെ അതിനകത്തുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പൊതുവേ ഇങ്ങനെ നമ്മളൊന്നും പറഞ്ഞു വെക്കുന്നതല്ല, പലർക്കും റീഡ് ചെയ്തെടുക്കാൻ സാധ്യതയുള്ള സ്കോപ്പുകൾ തുറന്നിടുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. നിതിൻ മോഹൻ നമ്മുടെ കൂടെ ഇപ്പം ഇല്ല, പക്ഷേ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഇപ്പോൾ റിയലായിട്ടില്ല. പിന്നെ ഷാക്കോ ഞങ്ങൾ വിളിക്കുന്ന സാക്കിബ് ചൗധരി ആണ് എൻ്റെ സിനിമോഗ്രാഫർ. അപ്പോൾ വളരെ മിനിമം ലൈറ്റ്സും മറ്റ് അതായത് 10,000-2,000 രൂപയ്ക്ക് നമ്മൾ മേടിച്ച കുറച്ച് ചെറിയ LED ലൈറ്റ്സൊക്കെ, ബാറ്ററി പവേർഡ് ലൈറ്റ്സൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തൊരു വർക്കാണത്. പിന്നെ കടൽ തീരമാണ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സാധനം എന്ന് പറയുന്നത് ഈ ചൂട്ടാട് ബീച്ച് ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈ പടത്തിന് വേണ്ടിയിട്ട്. അത് ഈ ചൂട്ടാട് ബീച്ചിലേക്ക് നമ്മൾ ആദ്യം ഞാൻ പോകുന്ന ഒരു മൂമെൻ്റ് ഉണ്ട്, അതെനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. ചൂട്ടാട് ബീച്ചിലേക്ക് ചെല്ലുമ്പോൾ കണ്ണൂരുള്ള ഏക മുസ്ലിം ലീഗ് പഞ്ചായത്താണ്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ പിന്നെ അതൊരു വലിയൊരു സംഭവമായിരുന്നു. ഞങ്ങൾ മൊത്തം ഷൂട്ട് ചെയ്ത് രാത്രിയാണ്, ഡാർക്കാണല്ലോ പടം, മൊത്തം രാത്രിയും പുലർച്ചെയും ആണ്, കുറച്ചേ പകൽ സീനുകളുള്ളൂ. അത് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അത് 4:30-ക്കൊക്കെ തുറക്കുന്ന പുട്ടുകടകൾ, പുട്ട് പയർ, ആ കടകളൊക്കെ 4:30-ക്ക് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഷൂട്ട് തീർന്നിട്ട് ചെന്നിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആ മൊത്തത്തിൽ അവർ നമുക്ക് എല്ലാ സൗകര്യം ചെയ്യും. ഞങ്ങൾ സ്ത്രീകളുണ്ട്, എല്ലാവരും ചേർന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവർ ഷൂട്ടിന് വേണ്ടി ഒരുക്കി തരാൻ അവർക്ക് കഴിഞ്ഞത്. അത് അവർ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഈ ഡൗട്ട്സിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഞാൻ അന്നേ ഇല്ല. അപ്പോൾ ഈ കോൺക്രീറ്റ് ഐഡൻറ്റിറ്റീസ് ഉണ്ടല്ലോ, അവിടെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ചില ഐഡിയകളുണ്ടല്ലോ, നമ്മളവിടെ പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഭയങ്കര വെൽക്കമിങ് ആവുന്നു. അപ്പോൾ ഇതന്നെയാണ് ഈ പടവും. ഐഡൻറ്റിറ്റീസ് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ കോൺക്രീറ്റ് അല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ പടത്തിലൂടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഐഡൻറ്റിറ്റീസ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ട്രാജിക്കായി മാറും, മറിച്ച് ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞാൽ പല രീതിയിൽ. ഇപ്പോൾ ഇതിനകത്ത് സാരി എടുക്കുന്ന ജിന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന തന്നെ അവർ കൾച്ചറലി ഹെവിലി ഫ്രീ ആണ്. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫ്രീ ആവാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഹെവിലി ഐഡൻറ്റി. അപ്പോൾ ഈ സിറിയൻ ക്രൈസിസിലൊക്കെ നമ്മൾ അന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഈ ഹെവി ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നൊരു ഐഡിയ ആണ് ഈ പടത്തിൻ്റെ ഒരു ബേസിക് തീമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സംസാരിക്കാൻ കൂടുതൽ. താങ്ക് യു.